ഫൈനൽ റിസൾട്ട് കാണാം. ഹലോ, അപ്പൊ ഇന്ന് നമ്മള് വേസ്റ്റ് തുണിയിൽ നിന്ന് ഒരു പൂക്കളം ഉണ്ടാക്കുന്നു. ഇപ്പൊ റെഡിമെയ്ഡ് പൂക്കളം കിട്ടുന്നവർക്കൊന്നും ഇതിന്റെ ആവശ്യം വരത്തില്ല. പക്ഷെ ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിന്റർ ഓണത്തിന് നമുക്ക് പൂക്കളം കിട്ടത്തില്ല. പിന്നെ സ്പ്രിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ് നല്ല കാറ്റും എല്ലാമൊക്കെ ആയിരിക്കും. അപ്പൊ പൂവ് ഇട്ടാലും അത് ഫോട്ടോഷൂട്ടിനോ ഒന്നിനും പറ്റത്തില്ല. അപ്പോഴത്തേക്കും പറന്നു പോവുകയെല്ലാം ചെയ്യും. അപ്പൊ റെഡിമെയ്ഡ് പൂ വെച്ചിട്ട് സാധാരണ ചെയ്യുന്നതാണ് എല്ലാവരും. പക്ഷെ നമുക്ക് റെഡിമെയ്ഡ് പൂ വാങ്ങിക്കാനും കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ഓരോ ഡ്രസ്സൊക്കെ തച്ചതിൻ്റെ ലൈനിങ്ങിൻ്റെ പീസ്, ക്യാൻവാസ്, അങ്ങനെയൊക്കെയുള്ള കുറേ കട്ട് പീസ്, ഇതുപോലെ കുറേ എണ്ണം വേറെ ഉണ്ട്. ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. അപ്പോൾ ഇതുപോലത്തെ കുറേ പീസ് വെച്ചിട്ട് വേസ്റ്റ് സാധനങ്ങൾ വെച്ചിട്ട് ഒരു പൂക്കളം ഉണ്ടാക്കിയാലോ, നമുക്കത് കാണാം. ഞാൻ ഇതുപോലെ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വന്നതാണ്. അല്ലേ, കാണാൻ പറ്റുന്നുണ്ടോ അല്ലേ? ഇതൊക്കെ ഞാൻ കട്ട് ചെയ്തത് കാണാൻ വേണ്ടിയിട്ടാണ്. ഒരു സൈഡ് ഡാർക്ക് കളർ നൂലിട്ട് ചെയ്തത്. ഇതുപോലെ കട്ട് ചെയ്ത് ഒരു സമചതുരത്തിലുള്ള ഒരു പീസാക്കിയിട്ട് എടുത്തിരിക്കുകയാണ്. അപ്പം ഇതിൽ നമുക്കിനി ഈ സൈഡിൽ പൂക്കളം വരയ്ക്കണം, നമുക്ക് ഇഷ്ടമുള്ള ഡിസൈന്. അപ്പം ഞാനിപ്പോൾ ഡിസൈൻ വരയ്ക്കാനായിട്ട് ഇതുപോലെ ഒരു ചരടിൽ ഇതുപോലെ ഒരു കെട്ടിട്ടിട്ട് ആ കെട്ടാണ് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഈ അറ്റത്തൊരു പേന വെച്ച്, അല്ലെങ്കിൽ ഇതുപോലെ ഒരു പെൻസിൽ തന്നെ വെച്ചിട്ട് കോമ്പസ് പോലെ വെച്ച് കുറേ സർക്കിൾ വരച്ചിട്ട് അതിലൊരു ഡിസൈൻ ആക്കി മാറ്റാനാണ് പോണത്. അപ്പം ഞാൻ ഡിസൈൻ വരച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പം എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ പോണം. ഇതിപ്പോൾ ഞാൻ ഒരു 1.25 ഇഞ്ച് ആണ് അളവ് വെച്ചിട്ട് ഞാനൊരു പേപ്പർ വെട്ടി വെച്ചിരിക്കുന്നത്. ഒത്തിരി കട്ടിയുള്ള കാര്യം എനിക്കിങ്ങനെ എല്ലാ പേപ്പർ തുണിയിലും നമ്മളിങ്ങനെ 1.25 ഇഞ്ച് വെച്ചിട്ട് അളന്ന് കൊണ്ടുപോയി വെട്ടിയെടുക്കണ്ടേ. അപ്പം ഒരേ അളവിൽ വെട്ടുന്നതാണ് നല്ലത്. 1.5 ഇഞ്ച് വേണമെങ്കിൽ ചെയ്യാം. അപ്പം എനിക്ക് കുറച്ചുകൂടെ അടിങ്ങിയിരിക്കുന്ന പൂവാണ് വേണ്ട. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്, 1.25 ഇഞ്ച് വെച്ചിട്ട് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു സൈസിൽ വെച്ചിട്ട് നമ്മളതിനെ വരച്ചെടുത്തിട്ട് അതിനെ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്ത് കുറേ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് സൂചി നൂലും വെച്ചിട്ട് നമ്മളിങ്ങനെ കോർത്തെടുക്കണം. അതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നത്. അപ്പം നമുക്കിനി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിപ്പോൾ ഇത് രണ്ടും എനിക്ക് ഒരേ സൈസാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിന് പകരം ഇതെടുത്തത്. ഏത് വേണമെങ്കിലും ഇട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ഇതെടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ കുറേ ലൈൻസ് ഇട്ട് ഒരേ അളവിൽ എക്സ്ട്രാ ഉള്ളതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം ലൈൻ ഇട്ടെടുക്കാൻ. കാര്യം ഒരേ അളവിലല്ല തുണി പേപ്പർ ഇത് വരുന്നതെങ്കിൽ നമുക്കൊരു ഭംഗി വരത്തില്ല. അപ്പം ഇതുപോലുള്ള വേസ്റ്റ് തുണികളെ ഇതൊക്കെ നമ്മളെ ലൈനിങ്ങോ ഷോളോ എന്താണെന്ന് വെച്ചാൽ അതിന് ഉപയോഗിക്കാവുന്നതാണ്. നല്ലതാണ്. ഇതുപോലെ ഓരോരോ റിബണ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അധികം നൂലിങ്ങനെ പിന്നി വരുന്ന സാധനമാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് മെഴുകുതിരി വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുക്കുക, എന്തെങ്കിലും ചെയ്യാം. പക്ഷെ കറുപ്പടിക്കാണ്ടും കൂടെ ശ്രദ്ധിച്ചോളണം. അപ്പോൾ ബാക്കി ഇതെല്ലാം വെട്ടിയെടുത്ത് ഡിസൈൻ വരച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. എന്നിട്ട് അതിനെ കുറേയൊക്കെ കട്ട് ചെയ്തിട്ട് ഇതാണ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ട് സൈഡും നൂലിങ്ങനെ പിന്നി വരാതിരിക്കാൻ വേണ്ടിയാണ് 2 സൈഡും മെഴുകുതിരി കാണിച്ച് ഒന്ന് ഉരുക്കിയെടുക്കുക. അപ്പം നല്ല ഫിനിഷിങ്ങോട് കൂടി കിട്ടും. പിന്നെ സൂചി നൂലും എടുത്തിട്ട് കറക്റ്റ് സെൻറ്ററിൽ കൂടെ ഇതുപോലെ ഗ്യാപ്പ് ഇട്ട് ഇങ്ങനെ കോർത്ത് പോകണം. വീണ്ടും ഇങ്ങനെ ഇതുപോലെ മുകളിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇതിങ്ങനെ ആവശ്യത്തിനുള്ളതിനനുസരിച്ച് ഇറുക്കുന്നതിനനുസരിച്ച് കൂടുതലിതാവും. എന്നിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അത് ഒട്ടിക്കുന്ന സമയത്ത് ട്വിസ്റ്റ് ചെയ്ത് ഒട്ടിച്ചാൽ മതി. ഇങ്ങനെയാണ് പൂ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അതുപോലെ ചെയ്ത് കുറേ പൂക്കളൊക്കെ ഉണ്ട്. അതിവിടെ കുറേ ഞാനിങ്ങനെ നേരത്തെ ചെയ്ത് വെച്ച്, കാര്യം ഒരുമിച്ച് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേയൊക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പല കളറിലത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ റെഡിൻ്റെ ഇനി കുറച്ച് കട്ട് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഡിസൈൻ എങ്ങനെയാണെന്ന് കാണാം. ഡിസൈനും വരച്ച് വെച്ചിട്ടുണ്ട്. കുറേ മരങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതാണ് ഡിസൈൻ വരച്ചെല്ലാം ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് പൂക്കളൊക്കെ എടുത്ത് ഇതുപോലെ നമ്മൾ ഒരു കളർ കോമ്പിനേഷൻ ഉണ്ടല്ലോ, നമ്മൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും നല്ല കളർ കോമ്പിനേഷനായിട്ട് ഏറ്റവും നല്ലത് തോന്നുന്നത് എങ്ങനെ അത് വെച്ച് നോക്കിയിട്ട് അതിനെ
ഞാനിവിടെ ഗ്ലൂ സ്റ്റിക്കാണ് വെച്ചിട്ടാണ്, ഹോട്ട് ഗ്ലൂ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഗ്ലൂ വെച്ചിട്ട് ചെയ്യുക. ഫെവിക്കോളോ ഇനി ഏതെങ്കിലും ഫാബ്രിക് ഗ്ലൂ എന്താണ് നമുക്ക് അവൈലബിൾ ആയിട്ട് ഇടുന്ന ഏത് സാധനമാണ് അത് വെച്ചിട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ നമ്മൾ ഏതൊക്കെ കളറുണ്ടോ ആ കളറുകളെല്ലാം ഇവിടെ ഇടുങ്ങിയൊക്കെ കിടക്കുന്നുണ്ട്. അടുത്ത വൈറ്റുണ്ട്, മജന്തയുണ്ട്. ജസ്റ്റ് ഇങ്ങനെ വെച്ച് നോക്കുക. വെച്ച് നോക്കിയിട്ട് നമുക്ക് ഏതാണ് കൂടുതൽ മാച്ചായിട്ട് തോന്നുന്നത് അതിനെ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് പോവുക. ഇങ്ങനെ അതിനിടയ്ക്ക് ഗ്രീനൊക്കെ കൊടുത്ത് മാക്സിമം ഇങ്ങനെ ചെയ്ത് പോവുക. അപ്പോൾ നമുക്കിത് കുറച്ച് ഞാനിങ്ങനെ ഒന്ന് രണ്ട് ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കാണിച്ചു തന്നിട്ട് പിന്നെ ഞാൻ ബാക്കി ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫുള്ളായിട്ട് വീഡിയോ എടുത്തുന്ന വീഡിയോക്ക് നല്ല ലെങ്ത് ആവും. എന്താണ് ഓക്കെ. വയ്ക്കുന്ന സമയത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് അതൊരു ഷേപ്പിന് കൊണ്ടുവരാൻ നോക്കണം. നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഫുള്ള് ചെയ്തിട്ട് ഫൈനൽ റിസൾട്ട് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഫൈനൽ റിസൾട്ട് കാണാം. ഇതിപ്പോൾ നമ്മളൊരു ടീം വർക്കായിട്ട് എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും കൂടെ ചേർന്നിട്ട് കോർത്തെടുത്തതാണ്. അതുകൊണ്ട് 2-3 ദിവസം കൊണ്ട് ഇത് തീർത്തെടുക്കാൻ പറ്റി. അപ്പോൾ ഇതാണ് നമ്മളെ പൂക്കളത്തിൻ്റെ ഫൈനൽ റിസൾട്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.